എല്ലാവർക്കും സ്പൈസ് മോജോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. അപ്പം ഒട്ടും സമയം കളയാതെ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു കടായിലേക്ക് കുറച്ച് ബട്ടറും ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു 8-10 കാഷ്യൂനട്ടും ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പം നമ്മളുടെ സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലപോലെ അറിയതിന് ശേഷം മിക്സറിലിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മളുടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 200 ഗ്രാം പനീറാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയൊരു നോൺ സ്റ്റിക്ക് കടായിലേക്ക് ആവശ്യത്തിന് വെണ്ണയും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്യാം. അതിലേക്ക് ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി കുറുകിയ പരിവാകുമ്പോൾ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ പനീർ ബട്ടർ മസാലയും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. നമ്മളിവിടെ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ 3/4 കപ്പ് വെള്ളമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ കുറേ കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്യാം. അത് ഈ ഗ്രേവിയിലേക്കൊന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.